ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗർഭവിഷയമായ കാര്യങ്ങളാണ്. ഗർഭം എന്ന് പറയുന്നത് തികച്ചും ഒരു സാധാരണ ശാരീരിക പ്രക്രിയയാണ്. അതൊരു അസുഖമാണെന്ന് നമുക്ക് പറയാൻ വയ്യ. ഒരു 100 ഗർഭം ഉണ്ടെങ്കിൽ അതിൽ 85-90 ഗർഭങ്ങളും സാധാരണ പോലെ പോവുകയും സുഖപ്രസവത്തിൽ അവസാനിക്കുകയും ചെയ്യും. എന്നാൽ ഒരു 10% മാത്രമേ എന്തെങ്കിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാറുള്ളൂ. പ്രശ്നം ഉണ്ടാകുന്ന ഗർഭങ്ങൾ ഒരു 10% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഗർഭകാലത്തെക്കുറിച്ച് എന്താണ് ഒരു നോർമൽ പ്രഗ്നൻസി, എന്താണ് നമ്മൾ ഒരു സാധാരണ ഗർഭകാലത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗർഭിണികൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം അറിയണം. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, മാസക്കുളി തെറ്റുമ്പോൾ, കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാസക്കുളി തെറ്റുമ്പോൾ ഗർഭാവസ്ഥയാണ് അത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഭർത്താവുമായിട്ട് താമസിക്കുന്ന ഒരു സ്ത്രീക്ക്, ഗർഭം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്ക് മാസക്കുളി തെറ്റുക എന്ന് പറയുന്നത് ഒരു ഗർഭിണിയായതിൻ്റെ സൂചനയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ എല്ലാവരും തന്നെ ഒരു മൂത്രം പരിശോധിച്ച് അവർ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടാണ് ഡോക്ടറുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സംശയം, നമുക്ക് കൃത്യമായിട്ട് 30 ദിവസം കൂടുമ്പോൾ വരുന്ന മാസക്കുളിയാണെങ്കിൽ എത്രാമത്തെ ദിവസം മൂത്രം നോക്കിയാലാണ് ഗർഭിണിയാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് എന്നതാണ്. കൃത്യമായിട്ട് വരുന്ന മാസക്കുളിയാണെങ്കിൽ മാസക്കുളി തെറ്റി 2 ദിവസത്തിനകം തന്നെ മൂത്രം പരിശോധിച്ചാൽ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. കാര്യം മൂത്രത്തിൻ്റെ ടെസ്റ്റുകൾ അത്ര കൃത്യതയോടെ നമുക്ക് ഫലം തരുന്ന ഒന്നാണ്. അപ്പോൾ പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് പേഷ്യൻസ് വരാറുണ്ട്, ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു സംശയം തീരാത്തത് കൊണ്ട് പിന്നെയും 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നൊക്കെ. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ 2 വര വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും നിങ്ങൾ ഗർഭിണിയാണ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അത് രക്തം പരിശോധിച്ച് കൺഫേം ചെയ്യേണ്ട കാര്യമുണ്ടോ, സ്ഥിരീകരിക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല തന്നെ. വേറെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളോ അവലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതായത് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂത്രം ടെസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് ഗർഭം സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണ്. പലപ്പോഴും ഡോക്ടർമാർ ഈ രക്തത്തിലെ ഗർഭത്തിൻ്റെ ഒരു ഹോർമോണിൻ്റെ അളവ് ചെക്ക് ചെയ്യാൻ പറയാറുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗർഭിണിക്ക് വയറുവേദന വരുന്നു. അപ്പോൾ വയറുവേദന വരുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർ ഗർഭിണിയായിട്ടുണ്ടാവാം, ചിലപ്പോൾ അത് വളരാതെ അബോർഷനാകാൻ സാധ്യതയുണ്ട് എന്ന ഒരവസ്ഥ വരുമ്പോൾ അപ്പം നമ്മൾ ചോദിക്കും, സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റില്ലേ എന്ന്. ഒരു സ്കാനിനകത്ത് കുഞ്ഞിൻ്റെ രൂപം തെളിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5 ആഴ്ചയെങ്കിലും ആകണം. അതായത് മാസക്കുളി തെറ്റി ഉടനെ തന്നെ ഗർഭം സ്ഥിരീകരിച്ച് ഒരു 10 ദിവസമെങ്കിലും ആയാൽ മാത്രമേ നമുക്ക് സ്കാനിൽ കുഞ്ഞിൻ്റെ രൂപം അറിയാൻ പറ്റൂ. അപ്പോൾ അതിന് മുമ്പാണ് നമുക്ക് ഈ വയറുവേദനയോ മറ്റോ വരുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ഹോർമോണിൻ്റെ അളവൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് ആവശ്യത്തിനുള്ള ലെവലുണ്ടോ അതോ നമുക്ക് അബോർഷനാകാനുള്ള സാധ്യതയുണ്ടോ എന്ന്. ഇതിൻ്റെ അർത്ഥം വയറുവേദന വരുന്ന എല്ലാ ഗർഭിണികളും പോയി β-HCG നോക്കണം ബ്ലഡിലെ β-HCG നോക്കണം എന്നല്ല. വയറുവേദനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ ആദ്യത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഗർഭിണികളായി, അതായത് കൃത്യമായിട്ട് മാസക്കുളി വരുന്നവർക്ക് മാസക്കുളി തെറ്റി 2 ദിവസത്തിനകം തന്നെ മൂത്രം പരിശോധിച്ചാൽ ഗർഭിണിയാണോ അല്ലയോ എന്നറിയാൻ പറ്റും. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കണക്ക് പറഞ്ഞിട്ടുണ്ട്, 30 സെക്കൻഡിനകം അല്ലെങ്കിൽ 1 മിനിറ്റിനകം ആ ചുവന്ന വര വരണം എന്നുള്ളത്. ചിലർ പറയും കൺട്രോളിലുള്ള പോലെ അത്ര ചുവപ്പ് കിട്ടിയില്ല എന്ന്. പക്ഷേ 2 ചുവന്ന വര പെട്ടെന്ന് തന്നെ വരികയും അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഗർഭിണിയാണ് എന്നുള്ളതിന് തെളിവാണ്. പിന്നെ നമുക്ക് ഒരാഴ്ചയ്ക്കകം ഡോക്ടറെ പോയി കാണുക. ഡോക്ടറെ പോയി കാണുന്നത് സ്കാൻ ചെയ്യാനൊന്നും വേണ്ടിയിട്ടല്ല,
പക്ഷേ നമുക്ക് ആ സമയത്ത് ഫോളിക് ആസിഡ് എന്ന് പറയുന്നൊരു ഗുളിക നമ്മൾ കഴിക്കേണ്ടതുണ്ട്. അത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ അതിനുള്ള പ്രിസ്ക്രിപ്ഷൻ തരും. അത് കഴിച്ചു തുടങ്ങണം. പിന്നെ ഡോക്ടർ പറയുന്ന സമയത്ത് പോയി നമ്മൾ സ്കാൻ ചെയ്യണം. നന്ദി, നമസ്കാരം.